പിന്നെ അവിടെ ഒരു സാധാ ചെയറിൽ വിജയണ്ണം വന്നിരുന്നു. കണ്ണിങ്ങനെ കരഞ്ഞ് കണ്ണുനീര് തുടക്കണ്ടാണ് എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നെഞ്ചിൽ ചങ്കിടപ്പോയ ലാലേട്ടന്റെ മോൻ പ്രണവേട്ടൻ അപ്പോട്ടെ തിരിഞ്ഞു നോക്കുമ്പോ മോടിയുന്നു. ഞാൻ ആരും ഏട്ടാ. സുഹൃത്തുക്കളെ, ഞാൻ ആദ്യമേ പറയട്ടെ, ഇത് നിങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് കളയരുതെന്ന് പറയാം. കാരണം ഇദ്ദേഹത്തിന്റെ വീഡിയോ കാണുമ്പോൾ പല ആൾക്കാരും ഇപ്പോൾ സ്കിപ്പ് ചെയ്ത് കളയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഉണ്ണിക്കണ്ണൻ എന്നാണ് ഈ ഒരു വലിയ മനുഷ്യന്റെ പേര്. എന്തായാലും ഈ ചങ്ങാതി അപാരമായിട്ടുള്ള ഒരു വിജയ ആരാധന, ഇമാതിരി വിജയ ആരാധന പ്രാന്തുള്ള ഒരു മനുഷ്യനെ സത്യം പറയാലോ ഞാൻ കണ്ടിട്ടില്ല. പല തരത്തിൽ ഇദ്ദേഹത്തെ ആക്ഷേപിക്കുന്നുണ്ട്. വേർപ്പിന്റെ അസുഖമുള്ള മനുഷ്യനാണ്, അധ്വാനിച്ച് തിന്നാൻ മടിയുള്ളതുകൊണ്ടാണ് ഇമാതിരി കാട്ടിക്കൂട്ടലൊക്കെ നടത്തുന്നത്. ഇയാൾ വെറുതെ കാട്ടിക്കൂട്ടുകയാണ്, അതായത് ഇയാൾക്ക് ഭയങ്കര സ്നേഹമുണ്ടായിട്ടൊന്നല്ല. എങ്ങനെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഒരാളാവാൻ വേണ്ടി മാത്രമാണ് ഉണ്ണിക്കണ്ണൻ ഇങ്ങനത്തെ ഓരോ കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത്. എന്ത് പറഞ്ഞാലും രണ്ടാമത്തെ നിമിഷം കരയല്ല എൻ്റെ പൊന്നു ഉണ്ണിക്കണ്ണ, എന്നിട്ട് ആ മീശൊക്കെ ഇതൊക്കെ ഈ കരച്ചിലൊക്കെ വന്ന് തളുത്ത് വളർന്നൊരു വിധാകും എന്നൊക്കെ രീതിയിൽ ഒരുപാട് കമന്റുകൾ ഈ പാവം മനുഷ്യനെതിരെ വരുന്നുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ പല ആളുകൾക്കും പല മോഹങ്ങളാണ്, പല ആഗ്രഹങ്ങളാണ്. എല്ലാവരും നമ്മൾ പ്രതീക്ഷിക്കുന്ന അതേപോലെ തന്നെ ജീവിക്കണമെന്നാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് എല്ലാവരും അവരുടെ ജീവിതം കൊണ്ടുപോകേണ്ടതെന്നൊക്കെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരല്പം പ്രയാസമുള്ള കാര്യമാണ്. കാരണം ജനങ്ങൾ പല രീതിയിൽ ജീവിക്കുന്നവരാണ്. നമ്മൾ ജീവിക്കുന്ന അതേ ജീവിത സ്റ്റൈല് തന്നെ അല്ലെങ്കിൽ ആ ലൈഫ് സ്റ്റൈൽ തന്നെ ലോകത്ത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ നമ്മളെക്കാൾ വളരെ കുറഞ്ഞവരുണ്ടായിരിക്കാം, നമ്മളെക്കാൾ വളരെയധികം കൂടിയ ആളുകളൊക്കെ ഉണ്ടായിരിക്കാം എന്നല്ല, അങ്ങനത്തെ ആളുകളേ ഉള്ളൂ. വളരെ ഹൈ ഡിഫൈൻ ചെയ്യപ്പെടുന്ന ഒരു ലൈഫ് സ്റ്റൈലൊക്കെ മറ്റുണ്ട്. ആളുകളുടെ ആഗ്രഹങ്ങളൊക്കെ പലതുമാണ്. നോക്കൂ, ലോകത്ത് കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോയി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. മൃഗങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് അതിനെ നോക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്ര ചെയ്യാൻ വേണ്ടി മാത്രമാണ് താൻ ജീവിക്കുന്നത് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ അങ്ങനെ ഈ ചായക്കടയിൽ ജീവിച്ചുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എടുത്ത് ലോകം വഴി യാത്ര ചെയ്ത രണ്ടുപേരുണ്ടായിരുന്നു. ഒരാൾ ഭൂമിയിൽ നിന്ന് പോയിരിക്കുന്നു. ഇങ്ങനെ ഈ ജീവിതത്തിൽ ആളുകളുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്ന വളരെ വ്യത്യസ്തമാണ്. ഉണ്ണിക്കണ്ണന്റെ ജീവിതത്തിലുള്ള ആകെ ഒരൊറ്റ ആഗ്രഹം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ആ തമിഴ്നാട്ടിലെ നടനായിട്ടുള്ള വിജയിനെ ഒന്ന് കണ്ടുമുട്ടണം, ഒന്ന് തോളത്ത് കൈവയ്ക്കണം, ഒരു ഫോട്ടോ എടുക്കണം. അതിനേക്കാൾ അപ്പുറം ഒരാഗ്രഹം കൂടി ഉണ്ണിക്കണ്ണന്റെ കയ്യിലുണ്ട്. എങ്ങനെയെങ്കിലും ആ വിജയുടെ സിനിമയിൽ ഒന്ന് അഭിനയിക്കണം, അത് തോൾ ചേർന്നിട്ട് ഒരു സിനിമയിലെങ്കിലും അഭിനയിക്കണം. ആ ഒരു മോഹവുമായിട്ട് ഉണ്ണിക്കണ്ണൻ ഈ 2025 നടത്തം തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ഈ മൂലയിൽ നിന്ന് 10-700 കിലോമീറ്റർ ഉണ്ടെന്നാണ് ഉണ്ണിക്കണ്ണൻ പറയുന്നത്. വിജയുടെ വീട് വരെ എത്തും. അതിനിടയ്ക്ക് വിജയ് എങ്ങാണ്ടും ഈ ഒരു മനുഷ്യനെ വിളിച്ചിട്ട് ഉണ്ണിക്കണ്ണ നീ നിർത്തിക്കോ എന്ന് പറയുകയാണെങ്കിൽ ഉണ്ണിക്കണ്ണ അവിടെ യാത്ര നിർത്തുമെന്നാണ് ഉണ്ണിക്കണ്ണൻ പറയുന്നത്. എന്തായാലും ഉണ്ണിക്കണ്ണന് പലരും അങ്ങനെ ട്രോളുന്നുണ്ടെങ്കിലും ഉണ്ണിക്കണ്ണന് ഒരു വലിയ സപ്പോർട്ട് ഇപ്പോൾ പല സ്ഥലത്തു നിന്ന് കിട്ടുന്നുണ്ട്. ഈ മനുഷ്യന് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. എന്തായാലും ആ സപ്പോർട്ട് തന്നെയാണ് ഞാനും ചെയ്യുന്നത് എന്ന് ഇപ്പൊ തന്നെ പറഞ്ഞയക്കാം. എന്താണ് ആ മനുഷ്യന്റെ ആഗ്രഹത്തിന് വിജയിനെ കാണണം, ഇത് മാത്രമാണ് അദ്ദേഹത്തിന് ആഗ്രഹം. കഴിയുമെങ്കിലും സീനിൽ പുറകിൽ എങ്കിലും വിജയുടെ ഒപ്പം നിന്നോട്ടെന്നേ. ഇത് ഇത്ര വലിയ പ്രയാസമുള്ള ഒരു കാര്യമല്ല എന്നാ എനിക്ക് തോന്നുന്നത്. കാരണം വിജയ് ഒന്ന് കാണുക, കാരണം ഇപ്പൊ തന്നെ വിജയത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാം. എന്തായാലും ഇവനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലരും ചായയും മറ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. പാലക്കാട്ട് എന്നുള്ളൊരു കാഴ്ച കാണാം. വിജയണ്ണനെ കാണുന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം കൊണ്ടാണ് ഉണ്ണിയേട്ടൻ പോകുന്നത്. നമ്മുടെ പാലക്കാടിന്റെ വക എല്ലാ സപ്പോർട്ടും ഉണ്ട്, അത്രയും സ്നേഹമുണ്ട് ഉണ്ണിയേട്ടന്റെ യാത്രയെ കുറിച്ച് എന്താ പറയാനുള്ളത്? എനിക്ക് വേറെ പൈസ അതൊന്നും അല്ല. എനിക്ക് വിജയ് സാറിനെ ഒന്ന് കാണണം. ബിഗിലിന് ഓഡീഷന് പോയി ജയിക്കും. അതാണ് ഈ മുടിയും താടിയും വളർത്തിയത്. എന്നെ ഒരു അനിയനെ പോലെ സപ്പോർട്ട് ചെയ്യുക. വിജയണ്ണന്റെ ലാസ്റ്റ് പടമെന്ന് കേട്ടു. ഉണ്ണിയേട്ടൻ എന്താ പറയുള്ളത്? നമുക്ക് ഇനിയും വീണ്ടും അദ്ദേഹത്തെ സ്ക്രീനിൽ കാണാൻ നമുക്ക് ഒരുപാട് ആരാധിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട്. ഉണ്ണിയേട്ടൻ എന്തായാലും അതിനെ കുറിച്ച്? എനിക്കും വിജയണ്ണൻ ഇനിയും അഭിനയിക്കുന്നുണ്ട്. വിജയണ്ണൻ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ച അത് മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന വിജയണ്ണൻ. അത് വിജയണ്ണന്റെ ഇഷ്ടം. വിജയണ്ണൻ ഇനിയും അഭിനയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. എല്ലാം ഈ ലോകം മൊത്തം ആഗ്രഹിക്കുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അച്ഛൻ എന്തായാലും പടത്തിൽ വന്നിരിക്കും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാള് വലിയൊരു സ്വപ്നമായിട്ട് മുന്നോട്ട് പോകണം. അപ്പൊ നമ്മുടെ നാട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയാണെന്ന് ഒന്ന് പറയാമോ? സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാരെല്ലാവരും നല്ലൊരു സപ്പോർട്ട് നമ്മുടെ ഉണ്ണിയേട്ടന് കൊടുക്കുന്നുണ്ട്. ഉണ്ണിയേട്ടൻ എനിക്ക് കുറച്ച് കാലങ്ങളായിട്ട് അറിയുന്ന ഒരാളാണ്. അപ്പൊ എന്തായാലും നല്ലൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. എന്റെ ഭാഗത്ത് നിന്ന് എന്റെ കുടുംബത്തിന് അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഞങ്ങളെല്ലാവരും അതെ കുടുംബത്തോടെ വന്നിരിക്കും.
ഉണ്ണി രഘു വന്നത് ഇതാ അമ്മ നല്ല അമ്മ ഉണ്ടാക്കി ചോറും നല്ല കറിയുമാണ്. ഹോട്ടലില് ഭക്ഷണം കഴിച്ചപ്പോ എന്താ വേണ്ടത് കേട്ടപ്പോ വീട്ടിൽ നിന്ന് വരെയാണ് ഇത്തിരി ചോറും അമ്മ കൊടുത്തു വിട്ടിരിക്കുകയാണ്. അതന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യ സപ്പോർട്ട്. ഈ പറഞ്ഞ പോലെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയൊക്കെ ഉള്ളൂ. വിജയണ്ണനെ നേരിട്ട് എത്തിച്ചു കൊടുക്കാനുള്ള ഇത് പാലക്കാട്ടത്തെ കുറച്ച് ആളുകൾ ഈ ഒരു മനുഷ്യനെ സപ്പോർട്ട് ചെയ്യാണ്. ആളുകൾ ഇപ്പൊ അങ്ങനെയൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. എന്തായാലും ഈ മനുഷ്യൻ ആരെയും ദ്രോഹിക്കാനൊന്നല്ല, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും പുണ്യം കിട്ടാനോ അല്ലെങ്കിൽ ദൈവത്തെ കാണാൻ വേണ്ടി നടക്കുക അമ്മാതിരി മൊയന്ത് പരിപാടിക്കൊന്നല്ല ഈ ചിങ്ങാതെ ഇറങ്ങിയിരിക്കുന്നത്. ഇയാൾക്ക് വിജയനെ കാണണം എന്നുള്ളതാണ്. എന്തായാലും സപ്പോർട്ടിങ് നിൽക്കുന്നില്ല കേട്ടോ. ഇനിയും വേറൊരാളുടെ ഒരു വീഡിയോ കൂടി സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ടേ. പകുതി നിർത്തി എന്ന് വരെ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് തലവേദനയായിട്ട്. ഉണ്ണിക്കണ്ണ പകുതി വെച്ച് നിർത്തില്ല, നിലച്ച വണ്ടിയും കൊണ്ടാണ് വരുള്ളൂ. നമ്മളിപ്പോ ഉള്ളത് കഞ്ചിക്കോടാണ് കേട്ടോ. കഞ്ചിക്കോട് വരുന്ന വഴിയിലാണ് നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരാളെ കണ്ടത്. അപ്പൊ ഏട്ടൻ നമ്മുടെ വിജയനെ കാണാനുള്ള യാത്ര തുടരുകയാണ്. ഇന്ന് എത്ര ദിവസമായി? 4 ദിവസമായി. ഉണ്ണിക്കണ്ണൻ ഒരു ലക്ഷ്യമുള്ളൂ, അത് നമ്മുടെ ഇളയ തലവതി അണ്ണനെ കാണുക. അണ്ണന്റെ വിജയാണ് വേറൊരു കാര്യം പറഞ്ഞിട്ട് നൻപീസ് ഒരു ചെറിയ കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്ന വിട്ടില്ല. ഏത് നടക്ക മുടിയാത്ത കാര്യങ്ങള് അത് ട്രൈ ചെയ്യുമ്പോഴെ വെട്ടി സപ്പോർട്ട് ചെയ്യണം. ഇത് പാലക്കാട് തന്നെയുള്ള ഏതൊരാൾക്ക് ഈ മനുഷ്യൻ നിൽക്കുന്ന കണ്ടപ്പോൾ പോയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞ ആൾക്കാരെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഈ മനുഷ്യനെ കാണുന്നു. ഈ മനുഷ്യന്റെ ഒപ്പം നിന്നിട്ട് ഒന്ന് സെൽഫി എടുക്കാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും ഈ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ വൈറലായത് ഞാൻ ആരാ എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു ചോദ്യത്തോടുകൂടിയാണ് വൈറലായത്. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ ആ വീഡിയോ ആദ്യം തന്നെ കാണിച്ചു തന്നത്. എന്തായാലും പരിപൂർണ സപ്പോർട്ട് എന്ന് മാത്രമേ ആണ് ഈ ഒരു മനുഷ്യനോട് പറയുള്ളൂ. പല ആൾക്കാരും പലതും പറയുന്നുണ്ടായിരിക്കും. പല ആൾക്കാരും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചില ആൾക്കാർക്ക് പണം സമ്പാദിക്കാനാണ്. അങ്ങനെ പലവിധ മോഹങ്ങളായിട്ടാണ് ഈ ലോകത്ത് പലരും ജീവിക്കുന്നത്. പക്ഷെ ഉണ്ണിക്കണ്ണന്റെ ആകെയുള്ള ഒരു ആഗ്രഹം വിജയനെ കാണാനും ആ സിനിമയിലൊന്നും മോഹം കാണിക്കാനും അഭിനയിക്കാനും വേണ്ടി മാത്രമാണ്. ലെറ്റ് ഇറ്റ് ഹാപ്പൻ. എന്തായാലും വിജയ് ഇദ്ദേഹത്തെ കാണുമെന്ന് വിചാരിക്കാം. ഒന്ന് കാണുന്നേ ഒരു പാവ മനുഷ്യന്റെ ആകെ ഒരു ആഗ്രഹമല്ലേ. ബൈ. എങ്ങനെ ഇരിക്കണേ? അവിടെ ഒരു സാധാ ചെയറിൽ വിജയണ്ണം വന്നിരുന്നു. കണ്ണിങ്ങനെ കണ്ണുനീര് തുടക്കണ്ട. അണ്ണൻ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ നെഞ്ചിൽ ചങ്കെടുപ്പായ ലാലേട്ടന്റെ മോൻ പ്രണവേട്ടൻ അപ്പുവേട്ടൻ തിരിഞ്ഞു നോക്കുമ്പോ ഗുഡ് മോർണിംഗ്. ഞാൻ ആരോ ഏട്ടാ.